ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ തന്നിട്ടുള്ള നമ്പർ ഏത് നമ്പറുമായിട്ടാണ് ഡിവിസിബിൾ ആയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ആദ്യം തന്നെ നമുക്കിവിടെ നോക്കി നോക്കാം ഓപ്ഷനുകൾ 11, 6, 2, 3. അപ്പോൾ നമുക്ക് ചെറിയ ഓപ്ഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ചെറുത് 2 അല്ലേ? 2ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് നോക്കുന്നത്? യൂണിറ്റ് ഡിജിറ്റ് സീറോയോ അല്ലെങ്കിൽ ഇവനോ ആണെങ്കിലാണ് ആ നമ്പർ ഡിവിസിബിൾ ആയിട്ടുള്ളത് 2നെ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ആണ് വന്നിട്ടുള്ളത്. 1 വരുമ്പം ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് ഈ നമ്പർ 2നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കി നോക്കാം. 3നെ കൊണ്ട് എങ്ങനെയാണ് ഡിവിസിബിൾ ആണോ അല്ലയോ നോക്കുക. ഇവിടെ തന്നിട്ടുള്ള നമ്പറിന്റെ എല്ലാ ഡിജിറ്റും ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്ത നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഈ നമ്പർ മൊത്തം 3നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്കിത് ആഡ് ചെയ്യാം. 1 + 2 എന്ന് പറയുമ്പോൾ 3, 3 + 3 എന്ന് പറയുമ്പോൾ 6, 6 + 4 എന്ന് പറയുമ്പോൾ 10, 10 + 5 എന്ന് പറയുമ്പോൾ 15, 15 + 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 24 അല്ലേ? 24 + 8 എന്ന് പറയുമ്പോൾ 32, 32 + 7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 39, 39 + 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 45. അപ്പോൾ ഇതിന്റെ ടോട്ടൽ വരുന്നത് 45 ആണ്. 45 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ? 3നെ കൊണ്ട് ഡിവിസിബിൾ അല്ലേ? 15 അല്ലേ വരുന്നത്? അപ്പോൾ ഈ നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ നാലാമത്തെ ഓപ്ഷൻ.